കരുത്തുള്ളൊരു പെണ്ണെന്നെ വേണം. അനക്കൊരു പെണ്ണിനെ ഞാൻ പറഞ്ഞുതരടാ. ആ വാസേടനോ? ആടാ. എങ്ങനെയുണ്ട് പെണ്ണ്? എവിടെ പെണ്ണ്? അത് ഇവള ഒരു അമ്മായിയുണ്ട്, അമ്മായിൻ്റെ മോളുണ്ട്. അപ്പോൾ ആണോ? എങ്ങനെയുണ്ട്? ആ നല്ല പെൺകുട്ടിയാണ്, നല്ല വെളുത്ത് അരക്കൊപ്പം മുടിയൊക്കെ ഉള്ള കുട്ടിയാണ്. ആണില്ലേ? അപ്പോൾ ശാലിൻ്റെ വാതിൽക്കട്ടലിൻ്റെ മുകളിൽ ചാരി നിൽക്കുക. ശാലിക്ക് അതൊന്നും തീരെ പറ്റില്ല. സാബു ഈ വിശേഷം ചോദിക്കാൻ കണ്ടിട്ട്. അപ്പോൾ എടി നല്ല പെണ്ണല്ലേടി? അപ്പോൾ അവളെ ചോദിക്കും ആരെയും ഞങ്ങൾ പറയണേ? നന്ദിനിയാണോ പറയാ? അവരെ ആ. അപ്പോൾ ഇവൻ ചോദിക്കും വാസേട്ടാ തടിയുണ്ടോ പിന്നെ? ശാലി മെല്ലിട്ടാണ്. ശാലി മെല്ലിട്ടാണെങ്കിൽ നല്ല ഭംഗിയുള്ള മെലിവ കേട്ടോ, അത്യാവശ്യം നല്ല വടിവത്ത മെലിവ. അപ്പം ഇവൻ പറയും ആടാ തടിയുണ്ട്, എന്നാ നമുക്ക് ശരിയാവില്ല, തടിച്ച പെണ്ണിനെ നമുക്ക് വേണ്ട. എന്താടാ തടിച്ച പെണ്ണിനെ വേണ്ടാത്ത? തടിച്ച പെണ്ണ് എനിക്ക് വേണ്ട, എനിക്ക് മെലിഞ്ഞ പെണ്ണിനെ വേണം. ഇതാക്കണ ആ വാതിൽക്കട്ടിൽ ചാരിക്കണ വാസറിൻ്റെ മോള് ഇങ്ങനെ വേണം എൻ്റെ പെണ്ണെന്ന് പറയും. അപ്പോൾ ശാലിനി ഇങ്ങനെ കണ്ണൊരിട്ട് ഇങ്ങനെ നിൽക്കും. അയ്യോ എന്തിനാടാ ഇത്ര മെലിഞ്ഞതൊന്നും എനിക്ക് ശരിയാവില്ല കേട്ടോ സാബു, അനക്ക് വലിയ പെൺകുട്ടിയൊന്നും ശരിയാവില്ല, ഈ ഒരു കരുത്തുള്ള ചക്കരല്ലേ എന്ന് പറയാം വാസേട്ടനെ. അവർ വാസേട്ട മെലിഞ്ഞ പെൺകുട്ടികളെ കല്യാണം കഴിക്കണം, എന്നിട്ട് അവർക്ക് ഭക്ഷണം കൊടുത്ത് നന്നായിട്ട് നോക്കിയിട്ട് അവരെ തടിപ്പിച്ച് കൊണ്ടുവരണം. അതാണ് എനിക്കിഷ്ടം. എന്നാ പിന്നെ തടിയുള്ള പെണ്ണിനെ എന്നെ കെട്ടണമല്ലോ, എന്നല്ലെന്ന് പിന്നെ തടിപ്പിച്ച് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഞാൻ ഭക്ഷണം കൂടി കൊടുത്തു കഴിഞ്ഞാൽ തടിച്ച പെണ്ണ് പിന്നെ ആനക്കുട്ടിയിൽ പോവുക. അങ്ങനെ ആനക്കുട്ടി പെണ്ണിനെ എനിക്ക് വേണ്ട. ഇതാ നിൽക്കണ ശാലിനെ പിന്നെ ഇങ്ങോട്ട് കണ്ടോ, അമ്പലത്തിൽ പിന്നെ ദേവി വിഗ്രഹം പോലെ ഒരു പിന്നെ വസടയുടെ മോള് നിൽക്കണേ, ഇത്ര ഐശ്വര്യമായിട്ട്. ഇതുപോലെയൊക്കെയുള്ളൊരു പെൺകുട്ടീനെയാണ് വേണ്ടത്. അപ്പോൾ വസട ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കും. വസട വേഗം പ്ലേറ്റ് വസട എങ്ങനെ ഒപ്പിച്ച് ഇങ്ങനത്തെ ഒരു കുട്ടീനെ? ആൺകുട്ടികളൊക്കെ വസടണ്ടായിരിക്കണേ, ഈ പെണ്ണ് മാത്രം എന്താ ഇങ്ങനെയൊക്കെ? അപ്പോൾ വസടം ചിരിച്ചിട്ട് പറയും അതോളം മാരിയടാ. ആ ഉഷേച്ചി ഇങ്ങനെ ഉണ്ട് ഇനിയില്ലേ? ഉഷേച്ചി ഇപ്പോഴും ഇങ്ങനെ ഭംഗിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഉഷേച്ചിനെ എങ്ങനെ കണ്ടുമുട്ടി വസട്ടങ്ങൾ? അപ്പോൾ സാബുവിൻ്റെ ഈ എനർജി സംസാരമൊക്കെ വസേട്ടന് ഇഷ്ടമാവും കേട്ടോ. വസേട്ടനോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കാനും പിടിക്കാനും ആരുണ്ടായില്ല, മക്കളും ഇല്ല, പിന്നെ ഓനാണെങ്കിൽ കച്ചവടം കാര്യമൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുകയല്ലാണ്ട് ഈ ഇന്നൊരു ദിവസങ്ങളിലാണ് ഇവന് കുറേ ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് ഇവിടെ സാബു വന്നത് വസേട്ടൻ്റെ അടുത്ത്. അപ്പോൾ പറയും വസേട്ടൻ പറയും എടാ ഓളെ ഞാൻ കണ്ടോന്നല്ല. അപ്പോൾ പറയും ഓളെ ഞാൻ പെണ്ണ് വെച്ചു പോയതൊന്നല്ലടാ, ഇന്നെ വേണമെന്ന് പറഞ്ഞ ഓള് വന്ന നിങ്ങൾ പാരമ്പര്യ എന്ത് ഇങ്ങനെ നല്ല ചെക്കന്മാരെ കണ്ടാല് ഓരോത്തന്നെ വേണമെന്ന് പറഞ്ഞ് വരല് ഇപ്പോഴും ശാലി കിട്ടത്ത് കൊടുക്കും. അപ്പോൾ വാസേട്ടൻ പറയും അതെന്താ ഇതിന്റെ പാരമ്പര്യത്തിനൊക്കെ പറഞ്ഞ് ആരാ ഇപ്പൊ പാരമ്പര്യമായിട്ട് വന്നത്? അപ്പോൾ ശാലിനി കൂടെ കയറിയിട്ട് പറയും എടാ സാബു അച്ഛൻ വെറുതെ പറയടാ, നമുക്കതല്ലേ പണി, അച്ഛനെ വേണമെന്ന് പറഞ്ഞ് വയ്യ നടക്കല്.